റിലേഷൻ ഉണ്ടായിട്ടാണെന്നാണോ? ആ ഒരു തെളിവല്ലാതെ നീ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീ അതൊന്ന് തെളിയിക്കാദ്യം. ഞാൻ ചോദിച്ചു എന്തിയെ ആ സ്ക്രീൻഷോട്ട് എന്തെന്ന് ചോദിച്ചു. അപ്പൊ ആള് നൈസായിട്ട് ഉരുണ്ട് കളിച്ചു. അത് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വീഡിയോ സ്ക്രീൻ റെക്കോർഡായിട്ട് വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു വേറെ ഫോണിലാണ് എന്തോ അയച്ചപ്പം ഈ നിർഗുണ എന്നെ അവന് ഞാൻ എന്നെ പറയണേ അവന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല. ഇതിനെ ഞാൻ ചോദ്യം ചെയ്ത് ഞാൻ 2 അടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പൊ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിലെ ഇച്ചായനും കുഞ്ഞാറ്റയും സംഭവം വൻ സീനാണ് മക്കളെ. രണ്ടാളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ നോക്കുമ്പോണ്ട് ഒരാൾ മറ്റാൾക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പറയുന്നു, മറ്റാൾ തിരിച്ച് മറുപടി പറയുന്നു, ഇവിടുന്ന് വീണ്ടും വീഡിയോകൾ ഇടുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ടാളിപ്പോ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് പുറമേ നിന്ന് കാണുന്നവന് പോലും കൺഫ്യൂഷൻ അടിക്കുന്ന അവസ്ഥയാണ്. ഇവരെന്ത് തേങ്ങയാണ് പറയുന്നത് എന്നുള്ള രീതി. എന്തായാലും സംഭവം മുട്ടൻ കോമഡിയാണ് മക്കളെ. അപ്പൊ എന്താണ് ഇപ്പൊ ഇവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം? നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവരൊക്കെ ആരാണ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്നാൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു കാലത്ത് മലയാളത്തിലെ ടോപ്പ് ഫാമിലി വ്ളോഗേഴ്സിൽ ഒന്നായിരുന്നു ഈ പറയുന്ന മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. ഇച്ചാൻ എന്നും കുഞ്ഞാറ്റ എന്നും പേരുള്ള ഒരു കപ്പിൾസ് നടത്തുന്ന ഒരു ചാനലാണിത്. ഇതിൽ കുഞ്ഞാറ്റയുടെ യഥാർത്ഥ പേര് ജിസ്പി എന്നുള്ളതാണ്. ഇച്ചാന്റെ യഥാർത്ഥ പേര് അമർ എന്നുള്ളതാണ്. കുഞ്ഞാറ്റയെ സംബന്ധിച്ചിടത്തോളം ആളൊരു കരച്ചിലോളിയാണ് കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയിലാണ് ആളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഒരു കാലത്ത് ആളുടെ കരച്ചിലൊക്കെ വൻ ഫേമസ് ആയിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞാറ്റായിരുന്നു കേട്ടോ. ഇച്ചാന് പണിക്കൊന്നും പോവില്ല. മൂപ്പരങ്ങനെ വീട്ടിൽ ചൊറയും കുത്തിരിക്കും. വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ ചെയ്തിരുന്നത് കുഞ്ഞാറ്റയാണ്. ആ ഒരു സഹതാപം കുഞ്ഞാറ്റയോട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് കുഞ്ഞാറ്റ ഒരുപാട് ബിസിനസ് ഒക്കെ തുടങ്ങുന്നത്. പക്ഷെ അത് വേണ്ട രീതിയിൽ സക്സസ് ഒന്നും ആയില്ല. അങ്ങനെ കുടുംബം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ അടുക്കാണ് കുഞ്ഞാറ്റയ്ക്ക് മാൾട്ടയിൽ നഴ്സിംഗ് പഠിക്കാൻ അവസരം വരുന്നത്. അങ്ങനെ കുഞ്ഞാറ്റ എന്താക്കി നേരെ മാൾട്ടയിലേക്ക് ഫ്ലൈറ്റ് കയറി. അതിനുശേഷം മാൾട്ടയിൽ നിന്നുള്ള ഒരുപാട് വ്ളോഗുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞാറ്റ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഇച്ചാനുമായി ഡിവേഴ്സ് ആയി എന്നുള്ള ഒരു വാർത്ത കുഞ്ഞാറ്റ പുറത്തു വിടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ എങ്ങാണ്ടുമാണ് ഈ വാർത്ത പുറത്തു വിടുന്നത്. എന്തായാലും ഇവര് പിരിയാനുള്ള കാരണമായി കുഞ്ഞാറ്റ പറഞ്ഞത് എന്താണെന്ന് വെച്ചാണെങ്കിൽ താൻ ഉണ്ടായിരിക്കെ തന്നെ ഇച്ചാൻ ഒരുപാട് പെൺകുട്ടികളുമായി അവിഹിത ചാറ്റിന് പോയി. അതിൽപ്പെട്ട പല പെൺകുട്ടികളും കുഞ്ഞാറ്റയ്ക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു, താങ്കളുടെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറുന്നുണ്ട്, സൂക്ഷിച്ചോ എന്നുള്ളത്. അതുകൂടാതെ ഇച്ചാൻ കുൽസിത ചാറ്റ് നടത്തിയ പല പെൺകുട്ടികളും കുഞ്ഞാറ്റയ്ക്ക് കുൽസിത ചാറ്റ് നടത്തിയതിന് സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഇതോടെ കുഞ്ഞാറ്റയ്ക്ക് തന്റെ ഭർത്താവ് ഒരു കോഴിയാണെന്ന് മനസ്സിലാവുകയാണ്. അതോടെ ആ ബന്ധം കുഞ്ഞാറ്റ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇതായിരുന്നു അന്ന് കുഞ്ഞാറ്റ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇച്ചായൻ എയറിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ചെയ്ത പരിപാടി എന്താണ്, ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നാൽ അതിൽ തുരുതുര വീഡിയോസ് ഇടാൻ തുടങ്ങി. ഇപ്പൊ ആശാൻ ആ യൂട്യൂബ് ചാനൽ വെച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത്. എന്തായാലും ഇതായിരുന്നു ഒരു 6 മാസം മുമ്പേ നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഇവർക്ക് ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് കുഞ്ഞാറ്റയുടെ കസ്റ്റഡിയിലാണ്. കുഞ്ഞാറ്റ മാൾട്ടയിലാണെങ്കിലും കുഞ്ഞാറ്റയുടെ നാട്ടിലുള്ള വീട്ടിലാണ് ഇവരുടെ കൊച്ചു നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള കേസ് ഇപ്പൊ കോടതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞാറ്റയുടെ കസ്റ്റഡിയിൽ ആയതുകൊണ്ട് തന്നെ മാസത്തിൽ 2-3 വട്ടം കാണാനുള്ള പെർമിഷൻ മാത്രമേ ഇച്ചായനുള്ളൂ. എന്തായാലും ഈ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഇവരുടെ മകന്റെ ബർത്ത്ഡേ വരുന്നത്. കുഞ്ഞിന് 4 വയസ്സ് തികയുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇന്നലെ കുഞ്ഞാറ്റയുടെ വീട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോയും ഇന്നലെ കുഞ്ഞാറ്റ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ പ്രശ്നം വീണ്ടും കുത്തിപ്പൊങ്ങി വരുന്നത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അത്യാവശ്യം നന്നായി തന്നെ ഇവര് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട് അല്ലേ. എന്തായാലും ഇത് ഇച്ചാന് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. തന്റെ അസാന്നിധ്യത്തിൽ തന്റെ ഭാര്യ വീട്ടുകാർ തന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഏതൊരു ഭർത്താവിനും പൊള്ളല്ലോ. അതേപോലെ തന്നെ ഇച്ചാന് പൊള്ളി എന്നുള്ളതാണ്. അങ്ങനെ ഇച്ചാൻ എന്താക്കി ഈ പറഞ്ഞ കുഞ്ഞാറ്റയ്ക്കും വീട്ടുകാർക്കും എതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആയിട്ട് വന്നു. അതിന്റെ ഒരു ആവശ്യവും ഇവനില്ലായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടോ. കാണുന്നുണ്ടെല്ലാം, ദൈവം കാണുന്നുണ്ടെല്ലാം. ഞാൻ ഇനിയിപ്പോ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ. ഇന്ന് മെയ് 10 2026 ഇന്ന് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്നെൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അവനെൻ്റെ കൂടെ ഇപ്പം ഇല്ല, അവനെ കണ്ടിട്ടില്ല. അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് കേക്കോ അല്ലെങ്കിൽ അവനൊന്ന് കാണാനോ അവനോടൊന്ന് മിണ്ടാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇൻഫ്ലുവൻസറായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ മക്കളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ദിനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ ഒരു വീഡിയോ അയച്ച് തരാമോ, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒന്ന് പറഞ്ഞ് ബർത്ത്ഡേ. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാനൊന്നുമില്ല. പണ്ടൊക്കെ എപ്പോഴോ എടുത്തിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് ആർക്കും അയക്കാനൊന്നുമില്ല. എൻ്റെ സ്വന്തം മകൻ്റെ ബർത്ത്ഡേക്ക്
സ്വന്തം അവൻ്റെ ബർത്ത്ഡേക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം ഞാൻ വേറെ ഒന്നും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ എനിവേ ഹാപ്പി ബർത്ത്ഡേ മിക്കു. അപ്പം ഈ അടുത്തില്ലാന്ന് ഓർത്തൊന്നും വിഷമിക്കേണ്ട. അപ്പം ഈ കാണുന്നുണ്ടെല്ലാം, ദൈവം കാണുന്നുണ്ടെല്ലാം. എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് എന്തായാലും കാണണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ സൺ. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഓർത്തു. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ അവനെയും എന്നെ ഓർക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇവൻ പറയുന്നത്. കുഞ്ഞിന്റെ ബർത്ത്ഡേ കുഞ്ഞിനൊരു നോക്ക് കാണുമ്പോൾ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ ഇവന് സങ്കടം പോലെ പറയുന്നുണ്ട് അല്ലേ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവനൊരു കാര്യം പറയുന്നുണ്ടല്ലേ, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പലരും കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് എന്നോട് അങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട് കുഞ്ഞിനൊരു ഫോട്ടോ അയച്ചു തരുമോ എന്നുള്ളത്. അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് എന്നൊക്കെ. എന്നാലും ആരാണോ അവനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായിക്കോട്ടെ, എന്തായാലും തന്നെ കൂട്ടാത്ത കുഞ്ഞിന്റെ ബർത്ത്ഡേ നല്ലോണം ആഘോഷിച്ചതിന് കുഞ്ഞാറ്റയുടെ വീട്ടുകാർക്ക് കിട്ടുമ്പോൾ നല്ലോണം ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് അല്ലേ. പ്രത്യേകിച്ച് കുഞ്ഞിനെ തനിക്ക് വിട്ടുതരാതെ കസ്റ്റഡിയിൽ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും കുഞ്ഞാറ്റയോട് ദേഷ്യം തോന്നാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അതന്നെയാണ് ഇവന് വേണ്ടതും. എന്തായാലും ഇവന്റെ വർത്താനം കേട്ട് കുഞ്ഞാറ്റ വെറുതെ ഇരുന്നില്ല. കുഞ്ഞാറ്റ എന്ത് ചെയ്തെന്ന് അറിയോ? ഇവൻ പണ്ട് പല പെൺകുട്ടികളോടും ചാറ്റിന് പോയതും ഇവരുടെ ഡിവോഴ്സ് പെറ്റീഷനും ഒക്കെ വെച്ചുകൊണ്ട് ഒരു റീൽ അങ്ങോട്ട് ചെയ്തു. ആ റീലാണ് വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കിയത്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ചുവന്ന കരങ്ങളോടെ തൂകി ചുവന്ന കരങ്ങളോടെ തൂകി ചുവന്ന കരങ്ങളോടെ തൂകി 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 ചുവന്ന കരങ്ങളോടെ തൂകി ചുവന്ന കരങ്ങളോടെ തൂകി ചുവന്ന കരങ്ങളോടെ തൂകി തൂകി. ഓക്കെ, ഈ കാണിച്ചതൊക്കെ ഈ ചാൻ എന്ന് പറയുന്ന കണ്ട പെൺകുട്ടികളുമായി കമ്പിച്ചാറ്റിന് പോയതാണ്. അത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അത് കൂടാതെ തുടക്കത്തിൽ ഇവർ തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും പുള്ളിക്കാർ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടതോടെ ഇച്ചായൻ വെറുതെ ഇരുന്നില്ല. ഇച്ചായൻ എന്താക്കി, ഇവൾക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നു. ആ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഇച്ചായൻ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കുഞ്ഞാറ്റയ്ക്ക് ഇച്ചായന് ഭയങ്കര സംശയമായിരുന്നു പോലും. അങ്ങനെ സംശയം മൂത്ത് ഈ കുഞ്ഞാറ്റ എന്താക്കി ഒരു ദിവസം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇച്ചായനുമായിട്ട് ചാറ്റ് ചെയ്യാൻ പോയി വാട്സപ്പിൽ. അങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ഇച്ചാനോട് അങ്ങോട്ട് കുറച്ച് കമ്പി വർത്താനൊക്കെ പറയാൻ തുടങ്ങി. ഇച്ചാനും വിട്ടുകൊടുത്തില്ല, തിരിച്ചിങ്ങോട്ടും കമ്പി വർത്താനം പറഞ്ഞു. അതോടെ കുഞ്ഞാറ്റയുടെ കൺട്രോൾ പോയി നേരെ അങ്ങ് ഡിവോഴ്സിന് അപ്ലൈയും ചെയ്തു. ഇതാണ് ഇച്ചായം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇച്ചായം പറഞ്ഞ വീഡിയോയിലെ ചെറിയൊരു ഭാഗം കണ്ടോക്കാം. കൂടും കുടിക്കായിട്ട് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഇതിവിടെ വെച്ച് പറഞ്ഞെടുക്കണം. ഞാൻ ഇനി ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് പല വ്യക്തമായിട്ട് നല്ല എല്ലാ രീതിയും വെച്ചിട്ടുള്ള ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിവിടെ പറഞ്ഞു 2023 എനിക്കെതിരെ ഡിവോഴ്സ് പോയതിന്റെ കാര്യം ഓൾ അങ്ങനെ ചെയ്തത് തന്നെയാണ്. അല്ല എന്ന് ഇവർ പറയട്ടെ. അതായത് എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ല. വാട്സപ്പിൽ നിന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. അത് അവളുടെ അനിയൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്പർ. ആ സമയത്ത് അവൻ എയർടെല്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് സിം എടുത്തിട്ട് ഫ്രീ സിം എടുത്ത് ആ സിം ആക്റ്റീവ് ആക്കി ആ സിമ്മിന്റെ പേര് മാറ്റിയിട്ടാണ് എനിക്കിട്ടുണ്ടാക്കണേ. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഓക്കെ, അല്ല എന്ന് പറയട്ടെ. പറയട്ടെ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്ന് ഇവിടെ പറയും. ഓക്കെ, ഇതാണ് ഇച്ചായൻ പറയുന്നത്. എന്തായാലും ഇച്ചായൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതോടെ കുഞ്ഞാറ്റ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുഞ്ഞാറ്റ എന്താക്കി ഇതിനൊരു മറുപടി ആയിട്ട് വന്നു. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്കാം. ഇപ്പൊ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ 2023 ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത് ഞാൻ അയാൾക്ക് മെസ്സേജ്, അതായത് ഞാൻ അമലിന് മെസ്സേജ് അയച്ച് അമല് മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്, അതെ ഞാൻ അമലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും പറഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവന്റെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു. വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാൻ അത് കണ്ടു, പിടിച്ചു. രണ്ടു കൂട്ടരും പറഞ്ഞു, ക്ഷമിച്ചു, വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്ന പെൺകുച്ച് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് ഇവൻ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സ് ഒക്കെ അയച്ച് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അതിങ്ങനെ ഒരു 5-6 കേസ് കഴിഞ്ഞ പിന്നെയാണ് ഇവൻ ഇതെല്ലാം നിർത്തി. ഞാനിനി ഇങ്ങനെ അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എന്റെ അടുത്ത് വാക്കും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുന്ന് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ ഇവന്, അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പുതിയ, അതായത് എനിക്ക് ഓൾറെഡി പുള്ളിനെ ഡൗട്ടാണ്.
അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMAയുടെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺപിള്ളേർക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഞാൻ അന്ന് സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്യുന്നത്. ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാൾ എന്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് കൂടി. ഇപ്പൊ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, പുള്ളി കരയുന്നു, മെഴുകുന്നു, അപ്പൊ പുള്ളി ഇനി നന്നാവും, അങ്ങനെയാണ്, ഇനി ഒരു ഇത് ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോ നമ്മൾ വീണ്ടും കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. എന്റെ ഓൾറെഡി എന്റെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു, എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് മിക്കുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോ, അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ്ലി ചെയ്യുമ്പോ ഞാൻ ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് തരണ്ടേ? ഓക്കെ, അപ്പൊ ഇതാണ് കുഞ്ഞാറ്റിന്റെ മറുപടി എന്ന് പറയുന്നത്. ഇവിടെ കുഞ്ഞാറ്റ് പറഞ്ഞത് ശരിയാണെങ്കിൽ കുഞ്ഞാറ്റ് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇച്ചാനുമായ ചാറ്റിന് പോയതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല, അല്ലേ? കാരണം അമ്മാതിരി കാര്യങ്ങളാണല്ലോ സ്വന്തം ഭർത്താവിനെ കുറിച്ച് മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി ഒന്ന് ഫേക്ക് അക്കൗണ്ടിൽ ചാറ്റ് ചെയ്ത് നോക്കിയതാണ് സംഭവം. ചാറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് സംഭവം, സത്യമാണ്. ഇവരൊന്ന് പറഞ്ഞ് രണ്ടാമത്തിന് നല്ല കമ്പി വർത്താനം. അപ്പൊ പിന്നെ ഇവനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് കുഞ്ഞാറ്റക്ക് തോന്നി. ഡിവേഴ്സ് ചെയ്ത് സ്വന്തം കാര്യം നോക്കി പോകുന്നതാണെന്ന് കുഞ്ഞാറ്റ് തീരുമാനിച്ചു. നല്ല കാര്യമാണ്. എന്തായാലും ഇത് കേട്ടതോടെ ഇച്ചായം വെറുതെ ഇരുന്നില്ല കേട്ടോ. ഇവൻ കണ്ട പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് കുറെ ചാറ്റാണ്. അതിന്റെ ചാറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടില്ല, യൂട്യൂബിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അക്കൗണ്ട് ഓൾറെഡി ഹാക്ക് ആയതായിരുന്നു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഐഫോൺ എന്ന് പറയുന്ന ഒരു മൊബൈലാണ്. ആ ഐഫോൺ അത് അന്ന് ഏതാണ്ട് iPhone 6 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, പക്ഷേ ഇതിന്റെ ഇടയിൽ കുറെ സ്ത്രീകൾക്ക് മെസ്സേജ് കാര്യങ്ങൾ പോയായിരുന്നു. അതെനിക്ക് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് അല്ല, അതിന് മുന്നേ എനിക്ക് കുഞ്ഞാറ്റ ഇച്ചായ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു 50,000 ഉള്ള. ആ അക്കൗണ്ടിന്റെ അകത്തുനിന്ന് പോയിരുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത്, അത് ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെയാണ്, രാത്രി കാലങ്ങളിലാണ് പല പെൺകുട്ടികൾക്കും മെസ്സേജുകൾ പോയിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതും, അത് ദിവസം ഇങ്ങനെ ഒരു മെസ്സേജ് വന്നൊരു കുട്ടി, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആൾ മെസ്സേജ് അയച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് ആളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്കാണ് അയച്ചിരുന്നത്. ചാറ്റുകളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അന്നേ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നേ ദിവസം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ ഈ ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരന്മാർക്കൊക്കെ നമ്മൾ അയക്കും, പിന്നെ നമ്മൾ സ്റ്റോറി ഇടും. അതിന്റെ അകത്തുള്ള സാധനം സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പല ആളുകൾക്കും ആ മെസ്സേജ് അയച്ചിരുന്നത്. ഞാനല്ല. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? ഇവന്റെ അക്കൗണ്ട് ഹാക്ക് ആയി പോയി. അതുകൊണ്ട് തന്നെ കണ്ട പെൺകുട്ടികളുമായി ഇവന്റെ അക്കൗണ്ടിൽ നിന്ന് കമ്പിച്ചാറ്റ് നടത്തിയത് ഇവനല്ല എന്നാണ് പറഞ്ഞത്. വേറെ ആരും ഇവന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കമ്പിച്ചാറ്റ് നടത്തിയതാണ് എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. എന്താ ഇതിനൊക്കെ പറയാല്ലേ, വല്ലാത്തൊരു നായകനായി പോയി. എന്തായാലും ഇതൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഇച്ചായൻ കുഞ്ഞാറ്റയ്ക്കെതിരെ മറ്റൊരു ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കുഞ്ഞാറ്റയ്ക്ക് മാൾട്ടയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന്റെ കൂടെ 1-2 റീൽസ് ഒക്കെ കുഞ്ഞാറ്റ റീസെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുമായി കൂട്ടിച്ചേർത്താണ് ഇച്ചാൻ ഇപ്പൊ പുതിയൊരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആന്ന് കണ്ടോക്കാം. ഇപ്പൊ കൂടെയുള്ള ഒരുത്തനുണ്ടല്ലോ, അവന് കുറച്ച് പൈസ കൊടുത്തായിരുന്നു. ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇതൊരു ദിവസം എനിക്ക് പൈസ എന്നെ കണക്ക്, ഇവള് പൈസ തരുന്നതിനും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇവക്കില്ലാത്ത സംശയമില്ല, ഇവക്കില്ലാത്ത പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ ഇവൾ എങ്ങനെയായിരുന്നു, എന്റെ കൂടെ എത്ര പേരുണ്ട് യൂട്യൂബേഴ്സ് തൊട്ട്, ഞാൻ പലരും വീട്ടിൽ പോയിട്ടുണ്ട്. ഇവൾ എന്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കണം, ഇവള് പറഞ്ഞ തെറിയൊക്കെ കേട്ടാണ്ട്. അപ്പം ഇവൾ എനിക്ക് പൈസ കാര്യങ്ങൾ അയച്ചു. അപ്പൊ ഒരു ദിവസം സ്ക്രീൻഷോട്ട്, നമ്മുടെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അയച്ചു. 2 ലക്ഷം രൂപയുടെ ഏതാണ്ട് ഒരു എമൗണ്ടിന്റെ കാര്യം പറഞ്ഞാണ് എനിക്ക് ഗൂഗിൾ പേ അയക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ നോക്കിയപ്പോൾ ഇതിന്റെ ആകെ എനിക്ക് 10,000, 3,000, 4,000 അത് തുണിയുടെ നമ്മൾ പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് തുണി എടുക്കാൻ പോണതിനും അതിന്റെ ഒക്കെ കാര്യം, പിന്നെ നമുക്ക് അത്ര ചിലവുണ്ട്. ആ സമയത്ത് എന്റെ താടെ മുടിയാനായിട്ട് താടയും പൊട്ടി ഇരിക്കുമായിരുന്നല്ലോ, തിന്നാനാണെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ കൊച്ചു എന്റെ കൂടെ ഉണ്ട്, അതിന് വേണ്ടി ഇടയ്ക്ക് പൈസ അയച്ചിരുന്നു. ഇതിങ്ങനെ അയച്ചതിന്റെ കുറച്ച് പൈസ കാര്യങ്ങൾ ഇങ്ങനെ ഷോട്ട് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ബാക്കി സ്ക്രീൻഷോട്ട് എവിടെ? ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യാം. പക്ഷെ ഞാൻ ചോദിച്ചു എന്തിയെ ആ സ്ക്രീൻഷോട്ട് എന്തെന്ന് ചോദിച്ചു. അപ്പൊ ആള് നൈസായിട്ട് ഉരുളി കളിച്ചു. അത് കുറച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വീഡിയോ സ്ക്രീൻ റെക്കോർഡായിട്ട് വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു വേറെ ഫോണിലാണ് എന്തോ അയച്ചപ്പം ഈ നിർഗുണ എന്നെ പറയാം, അവന് ഞാൻ എന്നെ പറയണേ, അവന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല. ഇതിനെ ഞാൻ ചോദ്യം ചെയ്ത് ഞാൻ 2 അടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യം ഞാൻ പറയാലോ, ഞാൻ ആകെ 2 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് പൊട്ടി. ഞാൻ മുത്തിയുടെ മുത്തിച്ച് ഒക്കെ എന്തൊരു പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പൊ എന്നോട് പറഞ്ഞ ഡയലോഗ് തന്നെയായിരുന്നു, എന്റെ പൈസ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഇവന്റെ വർത്താനത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവനൊരു നല്ല ഒന്നാമതിനും സംശയരോഗിയാണെന്നുള്ളത്. കാരണം ഭാര്യ ആർക്കൊക്കെ എന്തൊക്കെ പൈസ കൊടുത്തുന്നുള്ളത് ഇവന് കറക്റ്റ് കണക്ക് കിട്ടണം. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഭാര്യ നല്ല തെറിവ് അറിയും. അത് ഇവന്റെ വർത്താനത്തിൽ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതെന്താ ആയിക്കോട്ടെ. എന്തായാലും ഇവന്റെ അറിവില്ലാതെ അവളുടെ ഏതൊരു ഫ്രണ്ടിന് ഇവള് പൈസ അയച്ചു കൊടുത്തു എന്നാണ് ഇവൻ പറയുന്നത്, അല്ലേ? ഇനി ഇതിനും കുഞ്ഞാറ്റയ്ക്ക് മറുപടി ഉണ്ട്. നമ്മൾ എന്തായാലും കുഞ്ഞാറ്റയുടെ മറുപടി ഒന്ന് കേട്ടോക്കാം.
അപ്പോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് പ്രകാരം ഞാനിവിടെ അനൂപ്, ഞാൻ പറയാൻ പേര് അനൂപ്, എന്റെ ഫ്രണ്ടാണ്. അവന് ഒരു പൈസ ഇടപാടിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ആയി എന്നാണ്. അതായത് ഞാൻ രാവിലെയാണോ ഉച്ചയ്ക്കാണോ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ അമലിന് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ആള് നല്ല കൂടിച്ച് ഫിറ്റ് ആയിട്ട് തിയേറ്ററിൽ സിനിമ ആണ് നിൽക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് കണക്ക് പറഞ്ഞു. അതായത് കണക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അയച്ചു തരുന്ന പൈസ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അവിടെ വീട്ടിലോട്ടുള്ള ചെലവിനുള്ള പൈസ അയച്ചു തന്നെ, അതായത് അവന് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള പൈസ ഞാൻ അയച്ചു തന്നതാണ്. ഏകദേശം ഈ മാസം ഞാൻ 2 ലക്ഷത്തി സംതിങ് ട്രാൻസാക്ഷൻ എനിക്ക് നടന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചാണ്. അവൻ പറയുന്നുണ്ട് ഞാൻ എന്തോ അല്ല, നമ്മുടെ തുണിയുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് അയച്ചാണ്. തുണിയുടെ ബിസിനസ്സിന് ഇവന് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഇവൻ പോയി സാധനം കളക്ട് ചെയ്യാന്നല്ലാതെ ഇവന് ഞാൻ യാതൊരുവിധ പേയ്മെന്റും ഡയറക്റ്റ് ആയിട്ട് ഞാൻ അയച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇത്. പക്ഷേ ഇവൻ അയച്ചിരിക്കുന്ന ഫുൾ പൈസയും ഇവൻ ഓരോ പ്രാവശ്യം ടയർ മാറണം, ഇൻഷുറൻസിന്റെ ഇത് മാറണം, അങ്ങനെ മാറണം, ഇങ്ങനെ മാറണം എന്ന് പറഞ്ഞ് എന്റെ ഇത് കള്ളം പറഞ്ഞ് മേടിച്ചിരിക്കുന്ന പൈസയാണ് അത് മുഴുവൻ. അത് കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, മാൾട്ടയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പൈസ ഞാനാണ് അടയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 300 യൂറോ മാറണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു ആൺകുട്ടി, അവന്റെ പേര് ഞാൻ ഇതിനകത്തോട്ട് വലിച്ചഴിക്കുന്നില്ല, അവന്റെ കയ്യിലോട്ട് 300 യൂറോ ഞാൻ കൊടുത്തിട്ട് അവൻ എനിക്ക് ഇന്ത്യൻ മണി ആയിട്ട് തന്നു. അപ്പോ ആ പൈസ എന്റെ അക്കൗണ്ടിൽ കിട്ടണം. അതിനാണ് അവൻ ആദ്യം ചോദ്യം ചെയ്തത്. അതായത് ഇവൻ ചോദ്യം ചെയ്യണ എങ്ങനെയാണ്: എന്തിനാ നിനക്ക് ഇത്രയും പൈസ നീ അങ്ങോട്ട് കൊടുത്തില്ല, നീ ഇങ്ങോട്ട് തന്നിട്ടില്ല, എന്തിനാ അവൻ നിനക്ക് ഇത്രയും പൈസ തന്നു എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ അനൂപിന്റെ പേരോ അല്ലെങ്കിൽ അനൂപിന്റെ ഇതോ അതൊന്നും ഇല്ല അവിടെ. അത് കഴിഞ്ഞിട്ട് അനൂപ് എന്തിനാണ് 2000 രൂപ നിനക്ക് ഇട്ടത്? ഞാൻ അവന് 20 യൂറോ കൈ കൊടുത്തു, അതുകൊണ്ട് അവൻ എനിക്ക് 2000 യൂറോ ഇങ്ങോട്ട് ഇട്ടു, 2000 രൂപ ഇന്ത്യൻ മണി എനിക്ക് ഇങ്ങോട്ട് ഇട്ടു. അതിലെന്താണ് തെറ്റ്? ഇവിടെ പിന്നെ യൂറോ മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ആദ്യമായിട്ടാണ് അനൂപ് എനിക്ക് ആ പൈസ ഇട്ട് തരുന്നത്. അതായത് ഞാൻ 20 യൂറോ കൊടുക്കുമ്പോൾ അവൻ എനിക്ക് 2000 രൂപ ഇട്ട് തരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അതുപോലെ തന്നെ അവന് ഞാൻ 2000 രൂപ ഇട്ട് കൊടുത്തിട്ട് അവൻ എനിക്ക് 20 യൂറോയും തന്നിട്ടുണ്ട് 3-4 ദിവസം മുന്നേ. അപ്പോ അല്ലാതെ ഒരു റിലേഷൻ ഉണ്ടായിട്ടാണെന്നാണ് ആ ഒരു തെളിവ്. അല്ലാതെ നീ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീ അതൊന്ന് തെളിയിക്കാദ്യം. ഓക്കെ, ഇതാണ് കുഞ്ഞാറ്റിന്റെ മറുപടി എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് ഇന്ത്യൻ മണി അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും, കുറച്ച് യൂറോസ് ബൈ ഹാൻഡ് ആയിട്ട് തിരിച്ചു തരും. ഈ ഒരു ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവൾ അവളുടെ ഫ്രണ്ടിന് പൈസ അയച്ചു കൊടുത്തിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അല്ലാതെ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കുഞ്ഞാറ്റ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കട്ടെ എന്നും കുഞ്ഞാറ്റ വെല്ലുവിളിക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും നല്ലോണം ചെളി വാരി എറിയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ കുഞ്ഞിനെ കസ്റ്റഡിയിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇച്ചായൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പൊ നിലവിൽ കുട്ടി കുഞ്ഞാറ്റയുടെ കസ്റ്റഡിയിലാണ്. മാസത്തിൽ 2 വട്ടം മാത്രമേ ഇച്ചായന് കുഞ്ഞിനെ കാണാൻ അനുവാദമുള്ളൂ. അതും കോടതിയിൽ വളപ്പിൽ ചെന്ന് കാണണം. അതുമായി ബന്ധപ്പെട്ട് ഇച്ചായൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്നും കണ്ടോക്കാം. എനിക്ക് കിട്ടിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കാണാം മാസത്തിൽ 2 ശനിയാഴ്ച. അത് ഞാൻ ഇവിടുന്ന് അവിടെ പോകണം. എന്റെ അപ്പനോ അമ്മയോ എന്റെ അനിയൻ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അവർക്ക് കാണാനുള്ള അധികാരമുള്ളൂ. ഫോട്ടോ എടുക്കാം, പക്ഷെ ആർക്കും അയച്ചു കൊടുക്കാൻ പാടില്ല, എവിടെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, ഇന്ന് ചെയ്യാൻ പാടില്ല. എനിക്ക് ഫുൾ നിയന്ത്രണം. അതുകൂടാണ്ട് 5000 രൂപ ഈ പറയുന്ന ആളുടെ അപ്പന്റെ അക്കൗണ്ടിലേക്ക്, അതായത് എന്റെ കൊച്ചിന്റെ അമ്മയുടെ അപ്പന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കൂടാണ്ട് ഇവളുടെ ഈ കൊച്ചിനെ കൊണ്ടുവരുമല്ലോ, അത് ഈ പറയുന്ന കൊച്ചിന്റെ അമ്മയുടെ അമ്മയാണ് കൊണ്ടുവരുന്നത്. ആ അമ്മയ്ക്ക് കൊണ്ടുവരുന്നതിനുള്ള പൈസ ഞാൻ കോടതി കൊണ്ടുവരുന്നതിനുള്ള പൈസ ഞാൻ കൊടുക്കണം. അത് 500 വെച്ച് കൊടുക്കണം. 2 ശനിയാഴ്ച ആകുമ്പോൾ 1000 രൂപയോ അപ്പൊ 6000 രൂപ. ഇത് കൂടാണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന്റെ സ്റ്റഡി എക്സ്പെൻസ് അത് ഞാൻ നോക്കണം. അതുകൂടാണ്ട് കൊച്ചിന് ഹോസ്പിറ്റൽ ചെലവ് 3000 രൂപയ്ക്ക് മേളിൽ വന്നാൽ അതും ഞാൻ കൊടുക്കണം. ഇതെല്ലാം ഞാൻ കൊടുക്കാം. പക്ഷെ കൊച്ചിനെ മര്യാദയ്ക്ക് എന്റെ കൂടെ നിർത്തത്തില്ല, വിടത്തില്ല. കൊച്ചിനെ എന്റെ കൂടെ വിടത്തില്ല. എനിക്ക് കൊച്ചിനെ കോടതി ചെന്ന് അവിടുന്ന് ജസ്റ്റ് ആ ദിവസമെങ്കിലും പുറത്ത് കൊണ്ടുപോകാനുള്ള അധികാരം അതില്ല. 2 മൂന്നാമത്തെ കാര്യം, കൊച്ചി കിലോ കണക്കിന് ഫ്രൂട്ട്സ് ആണ് ഡെയിലി തരുന്നത്. എന്റെ അടുത്ത് പറഞ്ഞ കാര്യം കേട്ടോ, ഫ്രൂട്ട്സ് കിലോ അതിന് ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഈ ജൂൺ തൊട്ട് ഞാൻ കൊച്ചിന്റെ പഠിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ജൂൺ വരുമ്പോൾ തൊട്ട് 5000 എന്നുള്ളത് 6000 രൂപ, പിന്നെ എല്ലാ വർഷവും 1000. ഇതൊന്നും കൊടുക്കണേന് എനിക്ക് കുഴപ്പമില്ല. ഒരു അച്ഛന്റെ അവകാശം എന്ന് പറയുന്നത് കോടതി ചെന്ന് സ്ട്രേഞ്ചറെ പോലെ ഞാൻ നിന്ന് കണ്ടിട്ട് കൊച്ചിന്റെ കൂടെ ഫോട്ടോ, ഒരു എന്താ പറയാ, ഒരു അവകാശമില്ലാത്ത രീതിയിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്ത്. എന്റെ ഇപ്പോൾ ഒന്നുമില്ല, എനിക്കൊരു ജോലി കാര്യങ്ങളൊന്നുമില്ല, ഞാൻ യൂട്യൂബ് കാര്യങ്ങൾ അത്യാവശ്യം എന്റെ കാര്യങ്ങൾ നടന്ന് പോകുന്നുണ്ട് എന്തായാലും. പക്ഷെ എന്നാലും ഞാൻ ഇതിന്റെ കൂടെ എന്റെ കൂടെ നിന്നുണ്ടായിരുന്ന എല്ലാം കൊണ്ടുപോയിട്ടും പിന്നെ ഞാൻ ഈ കൊച്ചിന്റെ പേരും പറഞ്ഞ് എന്റെ ഇന്ന് നക്കി തിന്നാൻ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ചെയ്യും? കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ ഒരു അച്ഛന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും എനിക്ക് വേണം. എല്ലാ അവകാശങ്ങളും എനിക്ക് തരാമെങ്കിൽ ഞാൻ ആ പൈസ കൊടുത്തേനെ. പക്ഷേ 2-3 മാസം ഞാൻ കൊടുത്തു, എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്റെ കയ്യിൽ ഇതിന്റെ എല്ലാം തെളിവുണ്ട്, എല്ലാ സാധനത്തിനും തെളിവുണ്ട്. കൂടുതൽ പറയും തോറും ഞാൻ കൂടുതൽ പറയുകയും ചെയ്യും, ഞാൻ കൂടുതൽ കാണിക്കുകയും ചെയ്യും. ലീഗലായിട്ട് പോയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പം. ഓക്കെ, അപ്പൊ ഇതാണ് കുഞ്ഞായിട്ട് കസ്റ്റഡിയിൽ വെച്ചതിനെ കുറിച്ച് ഇച്ചായം പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിയമപരമായി രണ്ടുപേരും തീരുമാനിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. എന്തായാലും നിയമപരമായി കുഞ്ഞിന്റെ അവകാശങ്ങൾ ഇച്ചായന് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ നിയമപരമായി നീങ്ങി അതിന്റെ നീതി നേടിയെടുക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും ഇതിന് കുഞ്ഞാറ്റ് കൊടുത്ത മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. മിക്കോനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കോനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്
മിക്കു ഇപ്പൊ എന്റെ കയ്യിൽ പെർമനന്റ് കസ്റ്റഡിയാണ്. അതുപോലെ തന്നെ മിക്കുവിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിന്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിന്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല, 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിന് 5000 രൂപ വെച്ച് എന്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടേണ്ടത്. അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണും പുള്ളി മിക്കുവിന് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയില്, ഈ വർഷം തുടക്കത്തില് ജാനുവരിയില്, കൊച്ചിന് എന്നോട് സ്നേഹമില്ല, എനിക്കിനി കൊച്ചിനെ വേണ്ട, എനിക്കിനി കൊച്ചിനെ വിളിക്കണമെന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ കാണാറുന്നു. അത് കോടതി വളപ്പിൽ വെച്ചിട്ടാ കാണാമോളൂ, കാരണം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യണേന്റെ പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ്, അല്ലാതെ കൊച്ചിനെ എടുത്തോ, പെർമനന്റ് കസ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് മിക്കു. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കണം, 5000 രൂപ ചെലവിന് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിലും ജാനുവരിയിലും പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. ഒരു 2 or 4 തവണ എങ്ങാണ്ട് പുള്ളി കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്, 2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ കാണണ്ട, ഇനി കൊച്ചുമായിട്ട് ഒരു ഇതുമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ തിരിച്ച് മേടിക്കാന്ന് പറഞ്ഞു ഫോൺ തിരിച്ച് മേടിച്ചുകൊണ്ട് പോയ ഒരാളാണ്. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് പോയി കാണേണ്ടതാണ്. അതിന് ഓൾറെഡി കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടിയതാണ്. ഇനിയും കോടതി വഴി പോകണം. കാരണം ഇത്രയും നാളും ചെലവിന് തരാത്തതുകൊണ്ടും കൊച്ചിനെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടും കൊച്ചിനെ വിളിക്കാത്തതുകൊണ്ടും ഇനിയും കോടതി വഴി തന്നെ പോയാലാണ് അതിന് അതിന്റേതായ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എന്റെ കുട്ടീനെ കാണിക്കുന്നില്ല, അവർക്ക് പൈസ കൊടുത്താലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതായത് ഇത്രയും നാളത്തെ പൈസ, അതായത് മാസം 5000 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും നാൾ വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് ആവും. കൊച്ചിന്റെ ഫീസ് വരുന്നത് ബെക്ചേതല പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, CBSE ആണ്. അത്യാവശ്യം ഫീസ് ഉണ്ട്, ഏകദേശം ഒരു 42,000 ഇപ്പൊ ഏകദേശം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹാഫ് അവൻ തരണം. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൊച്ചിനെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിന്റേതായ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്, കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവന്റെ പൈസ ഉൾപ്പെടെ ഞാനാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചിനെ നോക്കേണ്ട രീതിക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കാണാനും വിളിക്കാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരു കൂലിപ്പണിക്ക് പോകുന്നവർക്ക് കിട്ടും അത്യാവശ്യം ഒരു പൈസ, ഡെയിലി വേജസ്. അതുപോലും പണിയില്ല, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാണ് കൊച്ചിന് ചെലവ് കൊടുക്കാത്തത്. എനിക്ക് കൊച്ചിന് ചെലവിന് കൊടുക്കാത്തതിലോ ഒരു വിഷയമില്ല. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, അതുപോലും കൊടുക്കാൻ വയ്യാത്തവർ, ഇത്രയും നാളായിട്ട് ആ കുഞ്ഞിന്റെ കൂടെ ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോയിട്ട് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സാധനമോ എന്റെ കൊച്ചിന് മേടിച്ച് കൊടുക്കാത്ത ഒരാള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എഴുതുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം എന്ന് പറയുന്നത്. കുഞ്ഞിനെ കാണാൻ പറ്റാത്തതിന് ഇച്ചായന്റേതായ പരാതികളും ഉണ്ട്, കുഞ്ഞിനെ കാണിക്കാത്തതിന് കുഞ്ഞാറ്റേതായിട്ടുള്ള ന്യായീകരണങ്ങളും ഉണ്ട്. എന്തെന്നാലും ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. നിയമപരമായി നടക്കുന്ന കാര്യങ്ങളാണല്ലോ, അത് അതിന്റെ രീതിയിൽ തന്നെ പോട്ടെ. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും പറയുന്നുണ്ട് കേട്ടോ. നിരത്തി ട്രെയിൻ നിർത്തിയിട്ട് പോലാണ് രണ്ടാളും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറികൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കൊക്കെ വീണ്ടും കടന്ന് സംഭവം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇത്രയൊക്കെയാണ് ഇപ്പൊ നിലവിലെ കാര്യങ്ങളുടെ കിടപ്പുവശം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.